ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിൽ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, റാങ്കിങ് എന്ന് പറയുന്ന ഒരു ടാസ്ക്. ആ ഒരു ടാസ്കിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മുതൽ 19 വരെയുള്ള റാങ്കിൽ നിൽക്കാൻ അർഹതയുള്ള ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു. ഈ ടാസ്കിൻ്റെ ആ ഒരു ടൈം വെച്ചേക്കുന്ന 1 മണിക്കൂറാണ്. 1 മണിക്കൂറിനുള്ളിൽ ആരൊക്കെയാണ് അതാത് സ്ഥാനങ്ങളിൽ വരാൻ അർഹതയുള്ളത് അതിൻ്റെ കാരണസഹിതം വ്യക്തമാക്കുക എന്നുള്ളതായിരുന്നു. 1 മണിക്കൂറിൽ കൂടുതൽ ഈ ഒരു റാങ്കിങ് ടാസ്ക് നീണ്ടു പോവുകയാണെങ്കിൽ ആ ഒരു ടാസ്ക് അവിടെ വെച്ച് ക്യാൻസലാവും. അങ്ങനെയായിരുന്നു ടാസ്കിൻ്റെ രീതി. ഈ ഒരു ടാസ്ക് പണിപ്പുരയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടാസ്ക് ബുദ്ധിപൂർവ്വം ആരാണ് 1, 2, 3 പൊസിഷനിൽ വരുന്നത് അവർക്ക് ഒന്നാമത്തെ ആ ഒരു പൊസിഷനിൽ വരുന്ന ആൾക്ക് പണിപ്പുരയിൽ പോയി 20 സെക്കൻഡ് ടൈമിനുള്ളിൽ അവർക്ക് അവിടെ കാണുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോരാം. റാങ്കിങ്ങിൽ രണ്ടാമത് വരുന്ന ആൾക്ക് 15 സെക്കൻഡാണ് കിട്ടുന്നത്. പിന്നെ മൂന്നാമത് വരുന്ന ആളുകൾ 3 തൊട്ട് 19 വരെ 10 സെക്കൻഡ് ടൈം മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ഒരു ടാസ്ക് വന്ന പിന്നാണ് അവിടെ വലിയൊരു ബഹളം നടന്നത്. അനീഷ് ഒന്നാമത്തെ റാങ്കിന് വേണ്ടിയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. എല്ലാവരും റെന ഫാത്തിമയായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളും ഒക്കെ ഇടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഷാനവാസ് അനീഷിന് ആ ഒരു റാങ്ക് കൊടുത്തില്ല. റാങ്കിങ്ങിൻ്റെ ടാസ്ക് ഒന്നും എത്താത്തത് കൊണ്ട് ഷാനവാസ് തന്നെ മുൻകൈ എടുത്തിട്ട് ഓരോരുത്തരെ ആ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ ആ പ്ലേ വെച്ചിട്ട് ഷാനവാസ് തന്നെ അത് ഇന്ന ആളാണ് ഫസ്റ്റ്, ആര്യൻ ഫസ്റ്റ്, അങ്ങനെ സെക്കൻഡ് നമ്മുടെ നെവിന്, അങ്ങനെ ഓരോരുത്തർക്കായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിൽ വൻ പ്രതിഷേധമായിരുന്നു അനീഷിന്. ഒട്ടും അക്സെപ്റ്റ് ചെയ്യാതാണ് അനീഷ് അവിടെ എനിക്ക് തന്നെ വേണം ബിഗ് ബോസ് ഫസ്റ്റ് റാങ്ക്, ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, അങ്ങനെ പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കര ബഹളമായിരുന്നു. അനീഷിന് 1-ാം സ്ഥാനം വേണമെന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് തന്നെ ആ ഒരു ടാസ്ക് ബിഗ് ബോസ് ക്യാൻസലാക്കി.